ബിസിനസ് ആകുമ്പോഴേക്കും നമുക്ക് ഉയർച്ചയും താഴ്ചയും വരുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അത് ഐ വാസ് റെഡി ടു ഫേസ് ഇറ്റ്. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, ചെറിയൊരു ഡൈവേർഷൻ എടുത്തു എൻ്റെ ലൈഫിൽ. ഐ സ്റ്റാർട്ടഡ് എ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അതും പുതിയൊരു ആശയമായിരുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു വാക്ക് പോലും അന്നാരും കോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ 9 സിനിമ നിർമ്മിക്കുകയും 16 സിനിമ ഡിസ്ട്രിബ്യൂട്ടുകയും ചെയ്തിട്ട് ഒന്നിൽ പോലും അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ അതിനുശേഷം ഞാനൊരു നടനായി. സോ എവറിത്തിങ് ഹാപ്പൻസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ റൈറ്റ് ടൈമിൽ പല പല കാര്യങ്ങളും നടന്നു. മോശം കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ നടന്നെങ്കിൽ പോലും ഞാൻ എന്നും ഒരു ബിസിനസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ബീയിങ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് നമുക്ക് വേണ്ടത്. അതെൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ലൈബ്രറി തുടങ്ങിയത്, പിന്നെ കോപ്പിറൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ സിനിമ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്നത് അഭിനയം മാത്രമാണ്. ശരിക്കും പറയുമ്പോൾ അഭിനയത്തിൽ മാത്രം ഒതുങ്ങി ഞാൻ സുഖമായി സന്തോഷമായിട്ട് നിൽക്കുന്നു. ഞാൻ ബിസിനസ്സുകാരൻ്റെ ആ ഒരു ചരിത്രം ഞാൻ എടുത്ത് പറയുമ്പോൾ തന്നെ ഞാൻ പല എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ ഐ ഹാവ് ഓൾറെഡി മെൻഷൻ, ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു താഴ്ച വരുമ്പോൾ നമുക്കതിൽ ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവണം നമുക്ക്. അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. നമ്മുടെ എല്ലാ ബിസിനസ്സും എന്നും സക്സസ്ഫുള്ളായിട്ട് പോകണമെന്നില്ല. ഇറ്റ് ക്യാൻ കം ഡൗൺ എനി ടൈം. ചെറിയ ചെറിയ കാരണങ്ങൾ മതി. ഡ്യൂ ടു വേരിയസ് റീസൺസ് വി മേ ഹാവ് ടു ഫേസ്. പക്ഷേ ഫേസ് ചെയ്ത് അത് തിരിച്ചു വരുന്നതിലാണ്. അതിന് നമ്മൾ പറയുന്നൊരു ഭാഷയുണ്ടല്ലോ, ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരിക എന്നൊക്കെ ഒരു വാക്കുണ്ട്. ദറ്റ് ഈസ് ട്രൂ. അത് എന്നെക്കൊണ്ട് സാധിച്ചു. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാം പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾക്കെല്ലാം നല്ല നല്ല ഉയർച്ച ഉണ്ടാവട്ടെ.